കേറി വാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ഒരു വീഡിയോ ചോദ്യമാണ്. ഓക്കെ. ബ്രേക്ക് ബോസ് ഫാസ്റ്റ് റെഡി. സോറി ബോസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഏയ് എന്താ ഇത്? മട്ടൺ സ്റ്റൂ, ടൊമാറ്റോ സോസ്, ബ്രെഡ് ബട്ടർ ജാം, ഇഡ്ഡലി, ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ. ഇതാണോ കേരള സ്റ്റൈൽ? അതെ ബോസ്. കയ്യിൽ മാത്രം പാൻറ്റിട്ട പോരാ, കാലിലും വേണം. കുട്ടികളുള്ള വീടാ ഇത്. സോറി ബോസ്, ഞാൻ മറന്നുപോയതാ. മറന്നുപോയി. അരണക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. കഷ്ടം. ഏയ്. എന്താണോ തനിക്കുമില്ല അമ്മ പങ്കന്മാർ? ഈ സൈസ് ഇല്ല. അപ്പൊ ഈ സീനിൽ കാണുന്ന ഒരു ബാലനടി ഇന്ന് സൂപ്പർ താരമാണ്. ആരാണ് ആ നടി? എ നയൻതാര, ബി ജ്യോതിക, സി കീർത്തി സുരേഷ്. പോരട്ടെ. കീർത്തി സുരേഷ്. കീർത്തി സുരേഷ്. റാ ഇല്ലേ? റാ കീർത്തി സുരേഷ്. കീർത്തി സുരേഷ്. കീർത്തി കീർത്തി വന്നില്ല. കീർത്തി. റാ വരട്ടെ. ഇങ്ങനെ എന്ന് പറഞ്ഞ് പറഞ്ഞു നോക്കി. കീർത്തി അല്ല, സുരേഷ്. ഇത് പറഞ്ഞു നോക്കി. നല്ല ഉറച്ചു പറയും. ഇല്ല, വന്നില്ല. എറിന്റെ അറ്റത്തൊരു ഴാ വരുന്നു. പോരട്ടെ. വേണോ? ആ, തുപ്പരുത്. ഇപ്പൊ കോവിഡൊക്കെ ഉള്ളതാ. അപ്പൊ ഇനി പറയൂ കീർത്തി. കീർത്തി സുരേഷ്. എന്നാലും ഒരു കീർത്തി വരുന്നുണ്ട്. ഇനി തൊട്ട് അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഞാൻ കാണുമ്പോഴത്തേക്ക് റാ പഠിച്ചിട്ട് വരണം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ചുമ്മാ പറഞ്ഞ കേട്ടോ. കീർത്തി സുരേഷ് സി എടുത്തിട്ട് പൂട്ടുന്നു. കീർത്തി സുരേഷ് ആരാണെന്ന് അറിയാമോ? ഇപ്പോഴത്തെ വലിയ ആക്ട്രസ് അല്ലേ? അത് ഓഫ് കോഴ്സ്. ബട്ട് ആരുടെ മകളാണെന്ന് അറിയോ? മേനക മാമിന്റെ. അപ്പൊ സുരേഷ് ഇല്ലേ? അച്ഛനുണ്ട്. സുരേഷിന്റെ മേനകയുടെ മകളാണ് കീർത്തി. എന്തായാലും കീർത്തി സുരേഷ് ഉത്തരം നൽകി. അതൊക്കെ ശരി. ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആരുടെ നായികയാവണോ? നായികയൊന്നും വേണ്ട. വെറുതെ അതുവഴി ഒരു പാസിംഗ് ഷോട്ട്. അത് പറ്റൂല. പിന്നെ ഡയലോഗ് വേണം. ഡയലോഗ് വേണം. ഒന്ന് നോട്ട് ചെയ്യണം. ഇതിപ്പോ സ്ക്രീനിൽ കാണുമ്പോ ഇത് അമൃതയല്ലേ എന്ന് ആൾക്കാരെ നോട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കണം നായകൻ എന്നുള്ളതാണ് സങ്കല്പം. നായകനോ? ഈശ്വര, പറയണോ? പറഞ്ഞു. എനിക്ക് ടൊവിനോനെ ഭയങ്കര ഇഷ്ടമാണ്. ടൊവിനോ. അപ്പൊ ടൊവിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. പുള്ളിയുടെ സിനിമയിലെല്ലാം ഒരുപാട് കിസിങ് സീനുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അല്ല, അതിപ്പോ നായകനാവണമെന്നില്ല. സിസ്റ്റർ ആവാം. എനിക്ക് സിസ്റ്റർ ആയിട്ട് ചെയ്താൽ മതി. അല്ല, അങ്ങനല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ആരുടെ നായികയാവണമെന്ന് ചോദിച്ചപ്പോൾ ടൊവിനോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ടൊവിനോയുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ സീൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുഴപ്പമില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ച കൂട്ടുകാരന് കുഴപ്പം വരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ടൊവിനോ മതി. ടൊവിനോയുടെ നായികയായിട്ട് അഭിനയിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇത് ടൊവിനോ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം പരിഗണിച്ചേക്കും. അന്ന് എന്നെ ഓർക്കണം. തീർച്ചയായിട്ടും. പണ്ട് ഈ കൈനോട്ടക്കാരൊക്കെ പറയുന്ന പോലെ ഈ തത്തമ്മയെ കൊണ്ട് പറയിക്കുമല്ലോ. പറയിച്ചിട്ട് പറയും, இந்த காரியம் நடந்தா அப்புறம் நான் வரும்போது எனக்கு ஒரு காஃபி வாங்கி கொடுக்கணும். கண்டிப்பா கொடுக்குறேன். ஓகே அம்மா. அப்போ சி கீர்த்தி சுரேஷ் வந்து ரொம்ப கரெக்ட் ஆன்சர். கங்க்ராட்ஸ். 2000 ரூபாய் உன்னோட அக்கௌண்ட்ல வந்தாச்சு. താങ്ക് യു. കേറി വാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ചുമ്മാ എടുത്തോ. ഓക്കേ. കുബേരൻ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ വിദ്യാസാഗർ, ബി വേണി ഇഗ്നിഷ്യസ്, സി മോഹൻ സിത്താര. പാട്ടൊക്കെ പാടുവോ? ഇതുവരെ പാടിയിട്ടില്ല. നമുക്ക് ഇന്ന് ഇവിടെ തകർക്കണം. അയ്യോ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് കുടുംബവിളക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവര് ആ ഫ്രീ ടൈമിലൊക്കെ ചായ കുടിക്കും. അമൃതയ്ക്ക് വന്നേ ആ ഗംഗയൊന്ന് പാടിക്കും. അയ്യോ. ആരാണ്? വിദ്യാസാഗർ, വേണി, മോഹൻ സിത്താര. മോഹൻ സിത്താര. മോഹൻ സിത്താര. പൂട്ടട്ടെ? പാവാണെങ്കിലും പൂട്ടിയേക്കാം. ഈ തെറ്റിയല്ലേ നമ്മുടെ എമൗണ്ട് കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. കിട്ടത്തില്ല.
അപ്പൊ 8 പൂട്ടാം. Okay. മോഹൻ സിത്താര ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു പാവത്തിന്. ഓക്കെ, Okay. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുടുംബ വിളക്കിലെ ശീതൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ആലിപ്പഴം പെറുക്കുന്നു. അയ്യോ അയ്യോ സാർ എന്റെ കൂടെ ജസ്റ്റ് ഒന്നും പിന്നെന്താ? സപ്പോർട്ട് ചെയ്യണം. ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ, ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാം പീലിക്കൂട നിവർത്തി. വാവ് വാവ് വാവ്. എവിടാ പഠിച്ചത്? അല്ല ഞാൻ ചോദിച്ച സംഗീതമല്ല. അയ്യോ അല്ല എവിടാണ്, ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ പഠിച്ചത്. ട്രിവാൻഡ്രത്ത്. മലയാളം? അതെ മലയാളം. മലയാളം. അതെ. ആലിപ്പഴം പെറുക്കാനാണ് കേട്ടാ. ആലിപ്പഴം പെറുക്കാൻ? ആ. ഓ എന്റെ കൃഷ്ണ, അത് തൂറ്റി. അത് ഇതിന്റെ ഔട്ട് വരുമ്പോഴേ ആ. ആൾക്കാർ ഇങ്ങനെ ഇനി ഇത് പറഞ്ഞ് കളിയാക്കത്തില്ലേ? തീർച്ചയായിട്ടും, അതിനാണല്ലോ ഞാൻ മിണ്ടാതിരുന്നത്. അത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇനി കട്ടി പെറുക്കാം എന്നുള്ള വേണമെങ്കിൽ ഒരു പ്രാവശ്യം പെറുക്കാൻ എന്ന് പാടിക്കൂ. ആലിപ്പഴം പെറുക്കാൻ ആ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ ആ പീലിക്കൂട നിവർത്തി, ആ. പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലഞ്ഞാലിക്കുരുവി വഴിവാ. ഇതിപ്പോ ഈ വഴി വരുന്ന വേറെ വഴിയായി പോയി. ആദ്യത്തെ 2 വഴി കറക്റ്റായി. ഓക്കെ. ബാക്കി 2 വഴി കുലശേഖരൻ വഴി ചേങ്കോട്ട് പോണ വഴി അങ്ങ് പോയി. സാരമില്ല, കുഴപ്പമില്ല. ഇത് എന്തായാലും കുടുംബ വിളക്കി പോയി ഈ പാട്ട് പാടണം അയ്യോ എപ്പോഴെങ്കിലും. ആ. എന്നിട്ട് ഒരു കാര്യം ചെയ്താൽ മതി, പറഞ്ഞാൽ മതി എൻ്റെ ഗുരു MG ശ്രീകുമാറാണെന്ന് പറഞ്ഞു. അയ്യോ തീർച്ചയായിട്ടും. നന്നായിരുന്നു കേട്ടോ. അപ്പോൾ C മോഹൻ സിത്താര. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.